നമ്മൾ പലപ്പോഴും ചെയ്യുന്നതല്ലേ, നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുക. ആ കുറ്റപ്പെടുത്തൽ നമ്മൾ ഒരു അപകർഷതാബോധമല്ലേ ആണ്. എന്തിനാണ് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അതെല്ലാവരും ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഒന്ന് പിഴച്ചു പോയാൽ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തും. ഞാനല്ലേ അത് ചെയ്തത്, അതുകൊണ്ട് അതങ്ങനെ ആയിത്തീരൂ. ഇതാണ് എല്ലാവരും പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതൊക്കെ പോസിറ്റീവായി എടുക്കുന്നത്. മറ്റുള്ളവർ അത് പറയുന്നതിന് മുന്നേ നമ്മളെ തന്നെ പഴിക്കും. ഞാനാണ് കാരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വയം കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് കാര്യമൊക്കെ ശരിയാവുമോ? ഇല്ല. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ കാര്യം എവിടെ ശരിയാവാനാ? അന്നേരം എന്താവും? മനസ്സിൻ്റെ ഭാരം അങ്ങോട്ട് കൂടും. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നത് നമ്മൾ നല്ല മനുഷ്യരായതൊന്നും കൊണ്ടൊന്നുമല്ല നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നത്. നല്ല മനുഷ്യരാ നമ്മൾ എന്ന് വിചാരിക്കണ്ട. പക്ഷേ നമ്മൾ കരുതും മറ്റുള്ളവർ നമ്മളാൽ വേദനിക്കപ്പെടുന്നു എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾക്ക് സ്വയം കുറ്റബോധം തോന്നുന്നത്. അല്ലാതെ നമ്മൾ മഹാത്മാഗാന്ധി ആയതുകൊണ്ടല്ല നമുക്കങ്ങനെ കുറ്റബോധം തോന്നുന്നത്. ശരിയല്ല, ആരും പെർഫെക്റ്റ് അല്ല മനുഷ്യർ. പക്ഷേ നമ്മൾ ആ നല്ല മനസ്സുണ്ടല്ലോ, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നുള്ള ആ മനസ്സുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അല്ലാതെ നല്ല മനുഷ്യരായ ആരുമില്ല. നല്ല മനുഷ്യർ എല്ലാവരും ഒരു തരത്തിലല്ലേ. കുറച്ച് കുറവുകളും ഒരുപാട് കുറവുകളും ഇതും ബലഹീനതകളും ഒന്നും ഉള്ളതാണ്. അല്ലാതെ പെർഫെക്റ്റൊന്നും ആരുമില്ല ഒരു മനുഷ്യനും. ഈ മറ്റുള്ളവർ വേദനിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ സത്യത്തിൽ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിനാണോ? അല്ല, ഒന്നും നമ്മളെ നിയന്ത്രണത്തിനല്ല. നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഓരോ ശീലമുണ്ട്, ചെറുപ്പം മുതൽ കേട്ടതും കണ്ടതും അതൊക്കെ നമ്മളിൽ എന്താക്കും? നമ്മൾ അതിങ്ങനെ ആലോചിച്ച് അതായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കും. അത് നമ്മൾക്ക് ചെറുപ്പം മുതലുള്ളൊരു ട്രോമയാണത്. ആ ട്രോമയിലൂടെയാണല്ലോ നമ്മൾ വളർന്നു വരുന്നത്. അത് തിരുത്താൻ ആരുമില്ലെങ്കിൽ ആ ട്രോമ തന്നെയാണ് നമ്മൾ വലുതായാലും ഓരോ സംഭവം വരുമ്പോഴും കാണിക്കുക. അതിനാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെയാണ് നമ്മളെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നത്. ഈ കുറ്റപ്പെടുത്തലും ഉത്തരവാദിത്വവും രണ്ടും രണ്ടാണ്. കുറ്റബോധം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ശരിയല്ല എന്നതാണ് കുറ്റബോധം. അതൊരു കുറ്റബോധമാണ്, ഞാൻ ശരിയല്ല. ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു കാര്യം ശരിയായില്ല, ഇനി ഞാൻ ശരിയാക്കാം എന്ന് പറയുന്നതാണ് ഉത്തരവാദിത്വം. ആദ്യത്തേത് എന്താ ചെയ്യുക? നമ്മളെ തളർത്തും. കുറ്റബോധം എന്ന് പറയുന്നത് നമ്മളെ തളർത്തുക. രണ്ടാമത്തേത് നമ്മളെന്താ ചെയ്യുക? വളർത്തും. ഞാൻ ചെയ്ത ഈ കാര്യം ശരിയായില്ലെങ്കിലും അടുത്ത കാര്യം ഞാൻ ശരിയാക്കും. അത് നിങ്ങളെ വളർത്തുക ചെയ്യുന്നത്. നമുക്കേത് മതി? നമുക്ക് രണ്ടാമത്തെ പോരെ, അത് മതി. പിന്നെ നിങ്ങൾ മനസ്സിനോട് ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. അടുത്ത തവണ എൻ്റെ തെറ്റാണ് എന്ന് തോന്നുമ്പോൾ ഇത് ചോദിച്ചു നോക്കുക. എൻ്റെ തെറ്റാണ് എന്ന് സ്വയം മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനോട് ചോദിച്ചു നോക്കുക, ഇതിന് 100% തെളിവുണ്ടോ? അതോ എൻ്റെ തോന്നൽ മാത്രമാണോ? ഇത് രണ്ടും ചോദിച്ചു നോക്കുക മനസ്സിനോട്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മളെ മനസ്സ് ആ കുറ്റബോധത്തിൽ നിന്ന് മാറും. തെളിവില്ല, 100% അതിനൊന്നും തെളിവില്ല. അത് നമ്മളെ തോന്നൽ മാത്രമാണ്. പിന്നെ ഇതേ അവസ്ഥയിൽ എൻ്റെ മോളോ എൻ്റെ സിസ്റ്ററോ ആയിരുന്നെങ്കിൽ അവളെ കുറ്റപ്പെടുത്തുമെന്ന് അതും ചോദിക്കുക. ഇതേ അവസ്ഥ അവരാ ചെയ്തെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. അത് നമ്മളെ സ്വന്തമാണ്, നമ്മൾ കുറ്റപ്പെടുത്തില്ല.
ഈ ചിന്ത എന്നെ സഹായിക്കുന്നുണ്ടോ അതോ കൂടുതൽ തളർത്തുന്നുണ്ടോ? അതും ചിന്തിക്കണം. ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതെല്ലാം എന്നെ സഹായിക്കുന്നുണ്ടോ അതോ എന്നെ തളർത്തുകയാണോ ചെയ്യുന്നത്? ഇതൊക്കെ സ്വയം ചോദിക്കുകയും സ്വന്തം മനസ്സിനെ നന്നാക്കി കൊണ്ടുവരികയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്വന്തം മനസ്സിനെ സ്വയം ഒരാൾക്ക് നന്നാക്കാനും മനസ്സിലാക്കാനും പറ്റും. മറ്റൊരാൾക്ക് ഒരു പരിധിയുണ്ട് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇന്ന് രാത്രി ചെയ്യാൻ ഒരു ചെറിയ കാര്യം ഒരു പേപ്പറിൽ 2 കോളിട്ട് വരയ്ക്കുക. ഒരു വശത്ത് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തിയ കാര്യം എഴുതുക. മറ്റു വശത്ത് അതേ കാര്യത്തിൽ നിങ്ങൾ നന്നായി ചെയ്തെന്ന് തോന്നിയ ഒരു ചെറിയ കാര്യങ്ങളും ഉണ്ടാവും. എത്ര ചെറുതായാലും മതി. അത് അപ്പുറത്തെ സൈഡിൽ എഴുതി വെക്കുക. ഉദാഹരണത്തിന്, ഞാൻ ദേഷ്യപ്പെട്ടു എന്നതിൻ്റെ മറുവശത്ത് എന്തെഴുതും? ഞാൻ അലറി വിളിച്ച് ദേഷ്യപ്പെട്ടില്ല, അല്ലേ? ദേഷ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അലറി വിളിച്ച് ദേഷ്യപ്പെടുന്നവരില്ലേ? ഞാൻ അത്രത്തോളം പോയിട്ടില്ല, ഞാൻ ദേഷ്യപ്പെട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെൻ്റെ ഗുണമല്ലേ? കുറച്ച് ഞാൻ മിണ്ടാതിരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് പറ്റിയില്ല, പക്ഷെ ദേഷ്യപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഓരോ ഗുണങ്ങളെയും നമ്മൾ എടുത്തെടുത്ത് കാണേണ്ടത്. അപ്പം പിന്നെ ഈ സ്വയം കുറ്റപ്പെടുത്തലുകളെല്ലാം കുറയും. നമ്മൾ കാണാതെ പോകുന്ന അവസ്ഥകളുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടും ഇങ്ങനെയൊക്കെ മനസ്സിനോട് പറഞ്ഞിട്ടും ഒക്കെയാണ് മനസ്സിലാക്കുക. പിന്നെ സുഹൃത്തിനോട് പറയുന്ന പോലെ സ്വന്തത്തോട് പറയുക. മനസ്സിലായ? സ്വന്തം എന്ന് പറഞ്ഞാൽ സുഹൃത്തും സ്വന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഹൃത്തിനോട് നമ്മൾ എന്ത് പറയുന്നു അതെല്ലാം സ്വന്തം, സ്വന്തം എന്ന വ്യക്തിയോട്, മനസ്സിനോട് പറയുക. ഇതേ കാര്യം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഇങ്ങനെ തന്നെയാണ് പറയുക? ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നീ അത് ചെയ്ത് നന്നായില്ല എന്നൊക്കെ പറയുമോ? ഇല്ലല്ലോ, പറയില്ല. ഞാൻ മോശമാണ് എന്നതിന് പകരം ഇത് നടന്നത് മോശമായിപ്പോയി എന്ന് പറയുക. നിങ്ങളല്ല, സംഭവമാണ് പ്രശ്നം. അതാണ്. പിന്നെ ഇപ്പോൾ സ്വന്തത്തിലുള്ള ആരെങ്കിലും ആണ് ഇത് ചെയ്യുന്ന തെറ്റിപ്പോയതെങ്കിൽ നമ്മൾ പറയുന്നു ഇത് കുറച്ച് മോശമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തീർന്ന് വേറൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് വലിയ പ്രശ്നം നിങ്ങൾക്ക് വരുന്നത്. അപ്പം എന്താ? നിങ്ങളല്ല, സംഭവമാണ് പ്രശ്നം. സിസ്റ്ററോ മോളോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പം എന്താ? നമ്മൾ ചെയ്യുമ്പം കുറ്റമോ? അപ്പം എന്താ? നമ്മളല്ല കുറ്റപ്പെടുത്തേണ്ട ആൾ. എന്ത് സംഭവമാണോ ആ സംഭവത്തിനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഒരു നിമിഷം നിർത്ത്. കുറ്റപ്പെടുത്താൻ തോന്നുമ്പോൾ ദീർഘമായി ഒന്ന് ശ്വസിച്ച്, സ്വയം അവനവനെ കുറ്റപ്പെടുത്താൻ തോന്നുമ്പോൾ ദീർഘമായിട്ടൊന്ന് ശ്വസിക്കുക. എന്നിട്ട് ഞാൻ ആ സമയത്ത് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് ചെയ്തത് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ആ സമയത്ത് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. അപ്പം എന്താവും? നമ്മളെ മനസ്സ് കുറേയൊക്കെ അതിനോട് അതെ എന്ന് പറഞ്ഞു തുടങ്ങും. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ആ ബുക്ക് എടുത്ത് വെച്ച് ബുക്കിൽ എഴുതിയിട്ടും അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിന്തകളെല്ലാം അലട്ടുമ്പോൾ നമ്മളെ അതിൽ നിന്ന് മാറാൻ നമ്മളെ സമ്മതിക്കും. വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊന്നും ചിന്ത പോവാതെ നമ്മളൊന്ന് ഫ്രഷാക്കാൻ ഇങ്ങനത്തെ എഴുത്തുകൾ ഒക്കെ പറ്റും. ചിലപ്പോൾ നമ്മളെ സുഹൃത്ത് പോലും നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളെ മനസ്സിന് സമാധാനം തരില്ല. അന്നേരം ഇങ്ങനെയുള്ള ബുക്കിലെഴുത്തും ഇതൊക്കെയാണ് കുറേ നമ്മൾക്ക് കംഫർട്ട് തരിക. അതുകൊണ്ട് അതൊന്ന് പരിശീലിച്ച് നോക്കുക.